യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സങ്കടങ്ങൾ ജീവിതത്തിൽ ഒരു ശാപമാണോ അതോ അനുഗ്രഹമാണോ? തീർച്ചയായിട്ടും സങ്കടങ്ങൾ ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം ജീവിതത്തിൽ അവൻ അനുഭവിച്ച ആ സങ്കടത്തിൽ നിന്നാണ് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ജീവിതത്തിൽ അവൻ അനുഭവിച്ച ആ വേദനയിൽ നിന്നാണ് ഒരുവൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടു പോയപ്പോൾ അവന് വീണുപോയതിനെ കുറിച്ച് ഓർത്ത് എഴുന്നേൽക്കലാണ് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് സങ്കടങ്ങൾ ഒരിക്കലും മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ പരാജയമല്ല, അവസാനമല്ല. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ അവൻ ഉയർത്തെഴുന്നേൽക്കും. കാരണം തന്നെ തോൽപ്പിച്ചവനെയും തന്നെ പരാജയപ്പെടുത്തിയവനെയും തന്നെ ചതിച്ചവനെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. സങ്കടപ്പെടുമ്പോൾ നാം ചിന്തിക്കാറില്ലേ, ഇതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്ക് ആവശ്യമാണ്, ഇങ്ങനെ കിടക്കുകയല്ല, ഇതിൽ നിന്നൊന്നും ഉയരണം. തന്നെ പരാജയപ്പെടുത്തിയവരിൽ നിന്നും തൻ്റെ ചുറ്റും വട്ടം കൂടി നിന്ന് കൈകൂട്ടി ചിരിച്ചവരുടെ മുന്നിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നിന്നെ തളർത്തിയവരെ, നിന്നെ സങ്കടപ്പെടുത്തിയവരെ, അതിനെക്കുറിച്ച് നീ ഓർക്കുമ്പോഴാണ് നിനക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യം. പാതാളത്തോളം നിന്നെ താഴ്ത്തിയവൻ്റെ മുമ്പിൽ ആകാശത്തോളം ഉയർന്നു പറക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ സങ്കടം ആവശ്യമാണ്. കടലോരത്ത് ചെന്നിരുന്ന് നോക്കുകയും ഒരു തിരമാലകൾ പിന്നിലോട്ട് പോകുമ്പോൾ ശക്തിയോടുകൂടെ അടുത്ത തിരമാല ഉയർന്നു വരുന്നത് പോലെ ജീവിത സങ്കടങ്ങളിൽ തിരമാലയെപ്പോലെ ഉയരങ്ങൾ കീഴടക്കാൻ ഒരുവന് കഴിയണം. അതിനുള്ള ശക്തി മനുഷ്യരിലുണ്ട്, നമ്മിൽ ആ ശക്തിയുണ്ട്, ആ കരുത്തുണ്ട്. ആ കരുത്ത് നമ്മൾ ഉണ്ടെങ്കിലും അത് ആർജിച്ചെടുക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതാണ്. അങ്ങനെ തളർന്നവശനായിട്ട് സങ്കടപ്പെട്ട് കിടക്കേണ്ടവനല്ല ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ എഴുന്നേറ്റ് കുതിച്ചു പായാൻ, ഒരു കുതിരയെപ്പോലെ കുതിച്ചു പായാൻ നമുക്ക് കഴിയണം. പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. അതിനുള്ള കരുത്ത് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതൊരിക്കലും മറന്നു പോകാതെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കടങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരാജയമല്ല, അവൻ്റെ തളർച്ചയല്ല, തകർച്ചയല്ല, അത് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു അനുഗ്രഹമാണ്.